സ്റ്റോൺ റിപ്പോർട്ടർ മൊഴിയുടെ ചില കൂടുതൽ വിവരങ്ങൾ വരികയാണ്. എന്താണ് കടകംപള്ളി പറഞ്ഞത് എന്ന പോറ്റിയുമായി സാമ്പത്തിക ഇടപാടില്ല എന്നാണ് കടകംപള്ളി ഇപ്പോൾ SITയോട് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടായിരുന്നത് ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയ്ക്കുള്ള പരിചയമാണ്. സ്പോൺസർഷിപ്പിന് ഒരു സഹായവും താൻ നൽകിയിട്ടില്ല എന്നും കടകംപള്ളി പറഞ്ഞിരിക്കുന്നു. പോറ്റി മറ്റുള്ളവരോടൊപ്പം തന്നെ വന്ന് കണ്ടിട്ടുണ്ട്. സാധാരണ കൂടിക്കാഴ്ചയ്ക്കപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല എന്നും കടകംപള്ളി പറയുകയാണ്. ദേവസ്വം ബോർഡിനെതിരെയും മൊഴിയുണ്ട്. പോറ്റിക്ക് അനുകൂലമായ തീരുമാനമെടുത്തത് ബോർഡ് അറിയിച്ചില്ല എന്നുള്ളതാണ് കടകംപള്ളി പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം സെക്രട്ടറിയെയും അറിയിച്ചിട്ടില്ല എന്ന് കടകംപള്ളി പറയുന്നു. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, 2 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ വിവരങ്ങളാണ് ഇപ്പോൾ ഹരിക്ക് കിട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. സ്മൃതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സമയമടക്കമുള്ള വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 3.5 മണിക്കൂർ നേരം കടകംപള്ളിയുടെ അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അത്രത്തോളം നേരം ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. മറുപടിയായി കടകംപള്ളി പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പിനോ തനിക്കോ ദേവസ്വം സെക്രട്ടറിക്കോ ഒന്നും തന്നെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടായില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉണ്ടായിരുന്നത് ദേവസ്വം വകുപ്പിൽ കൊടുത്ത അപേക്ഷയാണ്. അക്കാര്യത്തിൽ ആദ്യം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ദേവസ്വം വകുപ്പിലേക്ക് താൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള അപേക്ഷയും നൽകിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപേക്ഷയും നൽകിയിട്ടില്ല. അല്ലെങ്കിൽ പാളികൾ ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളും ദേവസ്വം വകുപ്പിൽ നിന്നല്ല പൂർത്തീകരിച്ചത് എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തു ബന്ധമാണ് ഉള്ളത് എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത സമയത്ത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ഡലത്തിലേക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് SIT ചോദിച്ചത്. പക്ഷെ അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായിട്ടില്ല. സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ല. തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് ഒരു സ്പോൺസറും ഭക്തനും എന്നുള്ള, അതായത് ഒരു സ്പോൺസറും ഭക്തനുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെയുള്ള നിലയിൽ ചിലപ്പോൾ മറ്റു പല ആളുകളോടൊപ്പവും തന്നെ വന്ന് കാണാറുണ്ടായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ല. തന്നെ വന്ന് കണ്ടിട്ടുള്ളതൊക്കെ തന്നെ ആ സമയത്ത് മറ്റ് സ്പോൺസർമാരോടൊപ്പമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശബരിമലയിലെ ഭക്തരോടൊപ്പമോ ഒക്കെ തന്നെയാണ്. അസ്വാഭാവികമായി ഒരു കൂടിക്കാഴ്ചയും തങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് SITയോട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതേസമയം തന്നെ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും തങ്ങൾ തമ്മിൽ ഉണ്ടാവുകയോ സ്പോൺസർ ആകാൻ വേണ്ടി പോറ്റിക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് നൽകുകയോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായങ്ങൾ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ചിത്രമുണ്ടല്ലോ ഹരിമോഹൻ. ബാംഗ്ലൂരിൽ നിന്നുള്ള കൂടിക്കാഴ്ച അത് മറ്റുള്ളവരുമായി വന്ന് കാണുന്ന കൂടിക്കാഴ്ചയാണ് എന്ന ചിത്രത്തിൽ നിന്ന് തോന്നുന്നില്ല. മാത്രമല്ല കടകംപള്ളിയും പോറ്റിയും മാത്രമുള്ള ചിത്രങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്മൃതി, അത്തരം തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ പോലും ഉണ്ട്. അപ്പോൾ SITയുടെ കയ്യിൽ അതിനപ്പുറത്തേക്ക് കാര്യമായ തെളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയും സാധാരണ നടക്കാറുള്ള സ്വാഭാവികമായ കൂടിക്കാഴ്ചകൾ മാത്രമാണ് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. അത് ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹമായ ഇടപാടുകൾക്കോ ഒന്നും വേണ്ടിയുള്ളതല്ല. താൻ ഒരു തരത്തിലുള്ള ഇടപാടുകൾക്കും നിന്നുകൊടുത്തിട്ടുമില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി വരുന്നത്. ഇങ്ങനെയൊരു തീരുമാനമേ ദേവസ്വം വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദേവസ്വം വകുപ്പിൽ നിന്ന് ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡ് പാളികൾ കൊടുത്തുവിടാൻ പോറ്റിക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്തത് താനോ തന്റെ വകുപ്പോ വകുപ്പിന്റെ സെക്രട്ടറിയോ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി പറയുന്നു. ദേവസ്വം സെക്രട്ടറിയുടെ കാര്യം ഇങ്ങനെയാണ് പറയുന്നത്. തന്നെ ദേവസ്വം സെക്രട്ടറി കാര്യം അറിയിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ദേവസ്വം സെക്രട്ടറി അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു രേഖയും ദേവസ്വം വകുപ്പിൽ ഉള്ളതായി താൻ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് കൂടി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ്. അതായത് തന്റെ നേരെ വന്നിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും ഏകദേശം 3.5 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിൽ മൊഴിയെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ നിഷേധിക്കുകയാണ്. അതിൽ ഇനിയിപ്പോൾ കൂടുതലായിട്ടുള്ള പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഒന്നിലധികം ചിത്രങ്ങൾ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരിക്കുന്നതിന്റെയും നിൽക്കുന്നതിന്റെയും സംസാരിക്കുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങൾ പൊതു സമൂഹത്തിലുണ്ട്. അതിൽ കൂടുതൽ തെളിവുകൾ SITയുടെ പക്കലും ഉണ്ടാകും. അത് ഒരു സാധാരണ ബന്ധമാണോ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നുള്ള ഒരു തരത്തിലുള്ള അന്വേഷണം ഉറപ്പായും ഈ കാലയളവിലൊക്കെ തന്നെ നടന്നിട്ടുണ്ടാകും. അപ്പോൾ അക്കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക ഘട്ട മൊഴിയെടുപ്പ് മാത്രമാണ് ഇപ്പോൾ നടന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ചോദ്യം ചെയ്യലിന് സാധ്യതയുണ്ട് എന്ന സൂചനകളല്ലേ? തീർച്ചയായിട്ടും സ്മൃതി, നമുക്ക് ആ കാര്യം ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ചില മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള മൊഴിയെടുപ്പ് മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതേസമയം PS പ്രശാന്ത് പറഞ്ഞ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.